ഇവിടെ ശ്രീ ജിജി ജോസഫ് ഒന്ന് കാര്യങ്ങൾ സങ്കീർണമാണെന്നല്ല അതിസങ്കീർണമാണ്. ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു നീക്കമായിരുന്നു ഒരു ജുഡീഷ്യൽ കമ്മീഷൻ. ആ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് സർക്കാർ എടുക്കുന്ന തീരുമാനം എന്നുള്ളതായിരുന്നു മുനമ്പം നിവാസികൾക്ക് കൊടുത്ത ഒരു വാഗ്ദാനവും. പക്ഷെ അത് നടപ്പാവില്ല. കാരണം ഇങ്ങനെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ ഈ വിഷയത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള അധികാരം സർക്കാരിന് ഇല്ല എന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് സർക്കാരിനൊന്നും ചെയ്യാനില്ല. വഖഫ് ബോർഡ്, വഖഫ് ട്രിബ്യൂണലിൽ ഇപ്പോൾ ഉള്ള അപ്പീലിന്മേൽ വഖഫ് ട്രിബ്യൂണൽ ഒരു തീരുമാനം എടുക്കട്ടെ എന്ന് കാത്തിരിക്കുക അല്ലാതെ എന്ത് ഓപ്ഷനാണുള്ളത്? അല്ല, ഇവിടെ അരുണൊക്കെ പറയുന്നത് കേട്ടോ, സുപ്രീം കോടതി പോവും, ഹൈക്കോടതി, ഇനി ഡിവിഷൻ ബെഞ്ചിൽ പോവും. ഇതൊക്കെ പറയുന്ന ആരോടാ? ഇന്നത്തെ വിധി എടുത്ത് നോക്ക്. ഇന്നത്തെ വിധി എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് തൊടാൻ അവകാശമില്ല. ഈ കമ്മീഷനെ വെച്ചിട്ട് നിങ്ങൾ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല. എന്തിന് നിങ്ങളിത് വെച്ചേക്കുന്നത്? എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന പോലെ എന്തിനോ വെച്ചിരിക്കുന്ന കമ്മീഷനാണ്. ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല. നിങ്ങൾ ഇനി സുപ്രീം കോടതി പോയാലും പ്രയോജനമില്ല. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ട്രിബ്യൂണൽ തന്നെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. രണ്ട് നിലപാട് എൽ ഡി എഫിനുണ്ട് അല്ലെങ്കിൽ സി പി എമ്മിനുണ്ട് എന്ന് ഷാഫി ചാലിയം പറയുമ്പോൾ ഷാഫി ചാലിയത്തിൻ്റെ ആളുകൾ തന്നെ പറയുന്നുണ്ട്, മുഹമ്മദ് ഷായെ പോലുള്ള ആളുകൾ പറയുന്നത് ഗിഫ്റ്റ് ഡീഡാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ KPA മജീദ് പറയുന്നുണ്ട് ഇത് വഖഫിൻ്റെ പ്രോപ്പർട്ടിയാണ്, ഇത് തിരിച്ചു പിടിക്കണമെന്ന് പറയുന്നുണ്ട്. ഇവരും ഈ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത്. ഇവർ രണ്ടുപേരും ഈ ചാനലിൽ വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുക. നിങ്ങളാണ് ഞങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പ്രമേയം പാസ്സാക്കും. അതെന്ത് ന്യായ? ഇത് ആരെയും പറ്റിക്കുന്നത്? ഇവിടെ വന്നിട്ട് VD സതീശൻ പറഞ്ഞ 10 മിനിറ്റ്, എനിക്ക് 10 മിനിറ്റ്, 1.5 കൊല്ലല്ലേ ഉള്ളൂ, ഞാൻ വന്നിട്ട് 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിച്ചു തരാം. എങ്ങനെ പരിഹരിക്കാനാ? അത് പറ്റിക്കലല്ലേ? ഈ കമ്മീഷനെ വെച്ചത് ഒന്നും നടക്കില്ല എന്നറിയാം. ഇത് ഏത് വക്കീലിനെ അറിയാത്തത്? നിയമോപദേശം തരുന്ന ഏത് വക്കീലിനെ അറിയാത്തത്? ഇത് നടക്കില്ല എന്നറിയാം. അപ്പോഴേക്ക് ഇവർ ഉപവാസം സമരം അവിടെ സത്യാഗ്രഹ സമരം അവിടെ നടക്കുന്ന സമയത്ത് ഈ ജുഡീഷ്യൽ കമ്മീഷനെ പ്രഖ്യാപിച്ചതിന് ശേഷം ഈ സമരക്കാരോട് പറഞ്ഞെന്തറിയോ? ഈ സമരം നിങ്ങൾ എത്രയും പെട്ടെന്ന് നിർത്തുന്ന P രാജീവ് അടക്കമുള്ള ആളുകൾ പറഞ്ഞത് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമായിരിക്കുന്നു, നിങ്ങൾ സമരം നിർത്തുക എന്ന് പറഞ്ഞു. സമരമായിരുന്നു, സമരം നിർത്തുകയായിരുന്നു. ജിജി ജോസഫ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. സമരം നിർത്തണ്ട, സമരം ചെയ്യണം. ആരോട് സമരം ചെയ്യണം? ഇവിടെ ഇന്നത്തെ വിധിയിൽ നിന്ന് വ്യക്തമാവുന്നത് സംസ്ഥാന സർക്കാരിന് ഈ കാര്യത്തിൽ സേ ഇല്ല എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കമ്മിറ്റി കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിന്റെ റെക്കമെൻഡേഷൻ വാങ്ങിച്ചിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അധികാരമില്ല എന്ന് കോടതി പറഞ്ഞ സ്ഥിതിക്ക് ഇവരാരോടാണ് സമരം ചെയ്യേണ്ടത്? സമരം ചെയ്യേണ്ടത് ഇവിടെ നിന്ന് പോകുന്ന MP-മാരുടെ ശ്രദ്ധയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് സമരം ചെയ്യേണ്ടത്. ആ MP-മാരാണ് ലോക്സഭയിൽ വഖഫ് ബില്ല് വരുന്ന സമയത്ത് വേണ്ട ഭേദഗതികൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യേണ്ടത്, ഇതിനെ പിന്തുണയ്ക്കേണ്ടത്. അതുകൊണ്ട് ഈ സമരം നേരെ പോകേണ്ടത് UDF-ന്റെയും LDF-ന്റെയും ക്യാമ്പിലേക്കാണ് പോകേണ്ടത്. നിങ്ങൾ തൃശ്ശൂർ MP-യെ നിങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട. തൃശ്ശൂർ MP ഇതിനെ പാർലമെന്റിൽ നിയമം വന്നു, അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കടന്നു, അതിന്റെ ഫൈനൽ പ്രോസസ്സിലാണ്. ഇനിയിപ്പോ ആ നിയമം നടപ്പായെന്ന് വെക്കുക. അതിന് മുൻകാല പ്രാബല്യത്തോടുകൂടി ഇവിടുത്തെ ഈ മുനമ്പം നിവാസികളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള കെൽപ്പുണ്ടോ? അവിടെ വഖഫിന്റെ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചും ജൂറിസ്ഡിക്ഷനെ സംബന്ധിച്ചും ഒക്കെ ചില മാറ്റങ്ങൾ ഈ വഖഫ് ഭേദഗതിയിൽ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. വഖഫ് ആര് ഭരിക്കുന്നു എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ആ നിയമം പാസ്സായാൽ മുനമ്പംകാർക്കൊക്കെ ഭൂമി അവർക്ക് കൃത്യമായി കിട്ടുമോ? എന്താ പ്രശ്നം? ഇതിൻ്റെ അകത്ത് വഖഫ് ഇത് രജിസ്റ്റർ ചെയ്ത് എടുത്തിട്ടില്ല. രജിസ്റ്റർ ചെയ്ത് എടുത്താൽ മാത്രമേ അല്ല അങ്ങനെ രജിസ്റ്റർ ഇല്ല. അല്ലല്ല, അവിടെ ട്രിബ്യൂണലിന്റെ വിധി വന്നിട്ട് ഇത് ഇവർ ഇതിൽ ആയിട്ടില്ല. ട്രിബ്യൂണലിന്റെ വിധിയിലേക്ക് ഇവർ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ജെന്നി ജോസഫിനോട് ഞാൻ ഇന്ന് വൈകുന്നേരം സംസാരിക്കുമ്പോൾ ഇവർ ട്രിബ്യൂണലിൽ പോയിട്ടുണ്ട്. അതിന്റെ വിധി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് മുൻകാല പ്രാബല്യത്തോടു കൂടി ഇത് ഈ മുനമ്പത്തെ ജനങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഇതൊന്നുമല്ല പ്രശ്നം. ഈ മുനമ്പത്തെ ജനങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചുള്ള തർക്കമല്ല. അതിനുവേണ്ടി ഈ ജനവിഭാഗത്തെ സംരക്ഷിക്കാൻ ഇവിടുത്തെ MP-മാർ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് പൊളിറ്റിക്കലല്ലോ. ജനങ്ങളുടെ ജീവിത പ്രശ്നമല്ലേ? അതെങ്ങനെ പൊളിറ്റിക്കലാണ്? പൊളിറ്റിക്സ് എല്ലാവർക്കും ഉണ്ട്. പൊളിറ്റിക്സ് ജീവിത പ്രശ്നമാണ്. തീർക്കുമെന്ന് പറഞ്ഞത് കണ്ണിൽ പൊടിയിടലാണെന്ന് പറഞ്ഞതുപോലെ ഇപ്പോ MP-മാരെ നിലപാടെടുത്താൽ ഇത് തീരുമെന്ന് പറയുന്നതും അല്ല. MP-മാർ നിലപാടെടുത്തില്ലേ ഈ നിയമം പാസ്സാവും? പരിഹരിക്കപ്പെടും. ഇവിടെ ഉള്ളവർ ഉത്തരവാദിത്തം കാണിക്കണം. ഞാൻ പറയുന്നത് ഈ പള്ളിമുറ്റത്തിരിക്കുന്നവർ സമരവുമായി പോകേണ്ടത് ഇവിടുത്തെ MP-മാരുടെ വീട്ടിലേക്കാണ്. അല്ല, അത് താങ്കൾ തന്നെ പറഞ്ഞല്ലോ, ആ നിയമം പാസ്സാക്കാൻ ഇവിടുത്തെ MP-മാരുടെ വേണം. അല്ലല്ല, ഇവിടുത്തെ ഈ ജനത്തിന്റെ വോട്ട് വാങ്ങി ജയിച്ചവന് ഒരു ഉത്തരവാദിത്തം കാണിക്കണം. ഇവിടെ വന്ന് ഞാൻ ചോദിക്കട്ടെ, അഭിലാഷ്, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ.